നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും നമുക്ക് ഈ ഒരു ട്രെൻഡിനെ നമുക്ക് എങ്ങനെ വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നിഫ്റ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റിക്ക് ഒരു ഹയർ ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് വരുന്നത് 24,200 ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ മാർക്ക് ചെയ്തതെന്നാണ്. 24,200 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 24,200 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓപ്പണിംഗ് ക്യാനിൽ ഇതിൻ്റെ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. 24,200 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ തന്നെ രാവിലെ നമുക്ക് നല്ലൊരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിനുശേഷം നിഫ്റ്റിയുടെ നമ്മൾ സപ്പോർട്ട് പറഞ്ഞത് 24,130 24,130 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ ഒരു ബൈരെ ഒരു ഓപ്പർച്യൂണിറ്റിയും മാർക്കറ്റ് തന്നിരുന്നു. അതിനുശേഷമായാലും നമ്മൾ നൽകിയിരുന്ന ഒരു സപ്പോർട്ടിൻ്റെ ഒരു പവർ എപ്പോഴും ശ്രദ്ധിക്കുക. 24,060 എപ്പോഴും റൈറ്റ് ഒരു സപ്പോർട്ടുകളാണ് നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും നൽകുന്നത്. അപ്പോൾ വന്നിരിക്കുന്ന ഒരു ലോ ശ്രദ്ധിക്കുക. 24,060 സപ്പോർട്ട് ചെയ്യുന്നത് എക്സാക്റ്റ് ആയിട്ട് 24,060 സപ്പോർട്ട് ചെയ്യുന്നതാണ് നിഫ്റ്റി അത് ബൗൺസ് ചെയ്ത് നിലനിർത്തിയിരുന്നത്. അതിനുശേഷം 24,130 റെസിസ്റ്റൻസ് റേഞ്ചിന്റെ അടുത്ത് നിലനിൽക്കുന്നതാണ് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ് നമുക്ക് നോക്കാം. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു ലോവർ ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഇനി നല്ല സപ്പോർട്ട് 23,800 ബൈര ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് വരാനായിട്ടൊരു സാധ്യത നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നിഫ്റ്റിയിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇന്നത്തേക്ക് ഒരു സിറ്റുവേഷൻ 24,200 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആക്റ്റീവായി. അതിന് ശേഷമായാലും റൈറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 24,060 സപ്പോർട്ട് ചെയ്യുന്ന ബൗൺസും ചെയ്തു. അപ്പോൾ വരും ദിവസങ്ങളിലെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഹയർ ലെവല് 24,200 തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. ഇപ്പോൾ നിഫ്റ്റിയിലായാലും മാനേജ് ചെയ്യേണ്ട രീതി എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇവിടെ 24,200 റെസിസ്റ്റൻസ് ആണെങ്കിലും ഇത് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ് ഈ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. 24,200 മുകളിലേക്ക് ഒരു ക്യാനിൽ സസ്റ്റെയിൻ ചെയ്താൽ ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ജസ്റ്റ് ഒരു 20 പോയിന്റ് ബിലോ 24,180 താഴത്തേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അതായത് ബൈര ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഈ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 180 താഴെയാണ്. ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലായാലും 180 താഴത്തേക്ക് ഒരു ക്യാനിൽ സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 24,200 മുകളിൽ റെസിസ്റ്റൻസ് 24,235 റെസിസ്റ്റൻസ് ആണ്. 24,235 മുകളിൽ ഓപ്പൺ ചെയ്താലും തിരിച്ചതിൻ്റെ താഴത്തേക്ക് വന്നാൽ വീക്ക്നെസ് ആണ്. പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുണ്ട്. തിരിച്ച് 24,180 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ലോവർ ലെവൽ മാനേജ് ചെയ്യേണ്ട രീതി ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് 24,075 താഴെയാണ്, അല്ലാതെ 24,105 താഴെയല്ല. 24,75 താഴെ ഒരു റേഞ്ചായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈക്കാണ് സാധ്യത. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 24,075 താഴെയാണ് വരുന്നത്. ഓപ്പൺ ചെയ്യുന്നത് 24,075 താഴെ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 23,900 അതായത് 24,000 തൊട്ട് താഴെയാണ് സപ്പോർട്ട് വരുന്നത്. 23,985 955 സപ്പോർട്ട്. ഇനി സ്ട്രോങ് സപ്പോർട്ട് കാണുന്നത് 23,912 സ്ട്രോങ് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 23,800 ലെവലിൻ്റെ അടുത്ത് സ്ട്രോങ് സപ്പോർട്ടാണ്. 800 അടുത്തുള്ള സപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ ശ്രദ്ധിക്കുക. ഇത് രണ്ടും സ്ട്രോങ് ആണ്, നിഫ്റ്റിയിൽ സ്ട്രോങ് ആണ്. ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാവുന്ന ഇൻട്രാഡേയിൽ യൂട്ടിലൈസ് ചെയ്യാവുന്ന സപ്പോർട്ടാണ്. പക്ഷേ ഈ സപ്പോർട്ടിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അഗ്രസീവായിട്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഈ രണ്ട് പറഞ്ഞിരിക്കുന്ന റേഞ്ചിൽ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതായത് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ അടുത്തേക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് ബൈർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്.
നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ടുകൾ മാനേജ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റിയോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയോ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണ്. ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ് 23,600 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി. ഇമ്പോർട്ടന്റ് സപ്പോർട്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 23,430. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്നത് 430 അടുത്ത് കുറച്ചൊരു സ്ട്രോങ് ആണ്, കാരണം ഇതിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ ബൈ ആണ്. പക്ഷെ ഒരു സൈഡ് വൈസ് ഒരു മൊമെന്റ് ആയിരുന്നു. എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താലാണ് ബൈ ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആകുന്നത്. ഇവിടെ 23,500, 555, 500ന്റെ മുകളിൽ സസ്റ്റൈൻ ചെയ്തു. പക്ഷെ നിഫ്റ്റി 555 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനും. ബാങ്ക് നിഫ്റ്റി നോക്കുക, റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഒരു ഫാള് വന്നതിന് ശേഷമായാലും നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത് 52,010 അവസാനത്തെ ഒരു സെക്ഷനിൽ 52,010 അടുത്താണ് ബൗൺസ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ റൈറ്റ് സപ്പോർട്ട് നോക്കി ഇൻ കേസ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കൈവശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷോർട്ട്സ് ആൻഡ് പൊസിഷൻ കൈവശം ഉണ്ടെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് ഈ റൈറ്റ് സപ്പോർട്ടിന്റെ അടുത്ത് നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമങ്ങൾ നടത്തുക. അതിനുശേഷമായാലും എപ്പോഴും അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തോ നോക്കണം. നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ സ്ട്രെങ്ത് കിട്ടാനായിട്ട് 52,400 റെസിസ്റ്റൻസ്. 52,400 എക്സാക്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നു. ഇവിടെ ശ്രദ്ധിച്ചറിയാം, എക്സാക്റ്റ് ആയിട്ട് ഇത് റെസിസ്റ്റൻസ് ആണ് 52,400. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. റൈറ്റ് സപ്പോർട്ട്, ബാങ്ക് നിഫ്റ്റിയിൽ നല്ല സപ്പോർട്ട്, ലോവർ ലെവലിലൂടെ സപ്പോർട്ട് ഉണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചായിരുന്നു ഈ ഒരു ലെവലിൽ കുറച്ചൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലെവലിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ നൽകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നോക്കുക, ഈ ഒരു ലെവലിൽ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ലോവർ ലെവലിൽ 52,930, 800ന്റെ അടുത്തൊക്കെ സ്ട്രോങ് സപ്പോർട്ടാണ്. അതായത് ഈ ഒരു ലെവലിൽ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ശ്രദ്ധിക്കാം, ഒരു ലെവലിൽ നിന്ന് ബൗൺസ് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതിന്റെ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലും ഈ ഒരു ലെവലൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. ഈ ഒരു സപ്പോർട്ടുകൾ മാനേജ് ചെയ്യേണ്ട ഇൻ കേസ് ഇതിന്റെ താഴത്തേക്ക് വന്നാൽ ഇതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ ഈ ഒരു സപ്പോർട്ടിനെ മാനേജ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസിന്റെ താഴെയാണ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 52,650 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ലോവർ ലെവല് ഈ ഒരു ലെവല് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുകളാണ്. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം, റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്. ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഫിൻ നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ, ഫിൻ നിഫ്റ്റിയുടെ ഹയർ ലെവൽ റെസിസ്റ്റൻസ് 23,710, 640, ഈ ഒരു ലെവലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇത് സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ലോവർ ലെവൽ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. 23,220 അടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. 23,100 സ്ട്രോങ് സപ്പോർട്ടാണ്. ഈ ഒരു ലെവലിൽ നിന്ന് താഴെ വന്നാലും ഇതിന്റെ മുകളിലേക്ക് ബൗൺസ് ചെയ്താൽ ബൈ ആണ്. ഇവിടുന്ന് ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത. റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക, ഫർദർ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, 23,500 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. 23,400 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ ബൗൺസ് ചെയ്യും. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി യൂട്ടിലൈസ് ചെയ്യാം. 23,500 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നോക്കുക. വീണ്ടും 23,400 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ വീക്ക്നെസ് ആണ്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഫിൻ നിഫ്റ്റിയിലായാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാം. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.